ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിൻ്റെ അടുത്ത ഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. സഫാനിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-3 തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നു, ഭൂമുഖത്തു നിന്ന് സർവ്വവും തുടച്ചു മാറ്റപ്പെടും, മനുഷ്യരെയും മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും കടലിലെ മത്സ്യങ്ങളെയും ഞാൻ ഉന്മൂലനം ചെയ്യും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ഇത് ചെയ്യുകയല്ല, പിന്നെയോ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മനുഷ്യൻ്റെ അകൃത്യങ്ങൾ നിമിത്തം ഇത് സംഭവിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ശാസ്ത്രീയ വശമാണ് ചിന്തിക്കുന്നത്. ഇവിടെ കടലിലെ മത്സ്യങ്ങളെ, കടലിലെ എല്ലാ ജീവജാലങ്ങളെയും ഉന്മൂലനം ചെയ്യും എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ പക്ഷികൾ എങ്ങനെയാണ് ഉന്മൂലനം ചെയ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി. ഇന്ന് നമ്മൾ കടലിലെ മത്സ്യങ്ങൾ എങ്ങനെയാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഒത്തിരിയേറെ പഠനങ്ങൾ, ആയിരക്കണക്കിന് വ്യക്തമായ പഠനങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട്. അതിൽ ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം, കാരണം എല്ലാം കൂടെ പറയാൻ പോയാൽ നമുക്ക് മണിക്കൂറുകൾ വേണ്ടി വരും. ഒറ്റ കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാം. നമ്മളിന്ന് ഒരു പ്ലാസ്റ്റിക് യുഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയും. പ്രിയപ്പെട്ടവരെ, അതെല്ലാം ചെന്നെത്തുന്നത് സമുദ്രത്തിലാണ്. വളരെ കൃത്യമായ വ്യക്തമായ ഒരു കണക്ക് പുറത്തു വന്നിരിക്കുന്നത്, ശരാശരി ഒരു വർഷം സമുദ്രത്തിൽ എത്തിച്ചേരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അംശം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ അളവ് 8,000 മില്യൺ ടൺസാണ്. എന്ന് പറഞ്ഞാൽ 8,000 മില്യൺ ടൺ. അതിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ ഒരു ടൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1000 കിലോ. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. 8,000 മില്യൺ ടൺ. അത് ഔദ്യോഗിക കണക്കാണ്. എന്നാൽ കൃത്യമായ കണക്ക് നമുക്ക് ഉദ്ദേശിക്കാവുന്നേ ഉള്ളൂ. അതിലൊക്കെ വളരെ കൂടുതലായിരിക്കും. ഈ പ്ലാസ്റ്റിക് ഉപ്പുവെള്ളത്തിൽ കിടന്നാൽ, സമുദ്രത്തിൽ കിടന്നാൽ അത് ലയിച്ച് ചേരുകയില്ല. അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് ചെറിയ പ്ലാസ്റ്റിക് കണികകളായി മാറും. അതിനെയാണ് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തു പറ്റും? വളരെ സൂക്ഷ്മമായ പ്ലാസ്റ്റിക് കണികകൾ. ഇത് ഈ മത്സ്യങ്ങളുടെയും അക്വാട്ടിക് സ്പീഷീസ്, അതായത് ജലത്തിൽ കിടക്കുന്ന, സമുദ്രത്തിൽ കിടക്കുന്ന എല്ലാ ജീവികളുടെയും ഉള്ളിലേക്ക് പോകും. അവിടെ ചെന്നാൽ ഇത് വിഘടിച്ച് അതിമാരകമായ വിഷവസ്തുക്കൾ പുറത്തേക്ക് വരും. അത് അവരുടെ ജീവനെ ബാധിക്കും. അതുപോലെ അവരുടെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, അതായത് വംശവർദ്ധനവിനുള്ള സാധ്യത ഇല്ലാതാക്കും. അങ്ങനെ ലോകം മുഴുവൻ, പ്രിയപ്പെട്ടവരെ, ഈ മത്സ്യസമ്പത്തിൻ്റെ അളവ്, മത്സ്യങ്ങളുടെ പോപ്പുലേഷൻ കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ താഴേക്ക് പോകുന്നു. അതുമാത്രമല്ല, വീണ്ടും ഒത്തിരിയേറെ കെമിക്കൽസ് കഴിഞ്ഞ 100 വർഷമായി ഏതാണ്ട് 3 ലക്ഷത്തിലധികം കെമിക്കൽസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഈ ഭൂമിയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തു എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ കെമിക്കൽസ് എല്ലാം മിക്കതും അവസാനം ചെന്നെത്തുന്നത്, പ്രിയപ്പെട്ടവരെ, അത് സമുദ്രത്തിലാണ്. കാരണം നമ്മൾ ഈ കെമിക്കൽസ് നമ്മൾ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്നു, അല്ലെ ഫാക്ടറിയിൽ, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക കെമിക്കൽസും, ഈവൻ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബ്ലീച്ച്, അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമിൽ, കിച്ചണിൽ ഒക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, അത് എല്ലാം അവസാനം ചെന്നെത്തുന്നത്, അതിൻ്റെ നല്ലൊരു ഭാഗം
ചെന്നെത്തുന്നത് സമുദ്രത്തിലാണ്. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, അതിലപ്പുറമായി സമുദ്രം കണ്ടാമിനേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു, മലിനമായിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്ലാസ്റ്റിക്, അതുപോലെ ഇത്തരത്തിലുള്ള മാരകമായ കെമിക്കൽസ്, ഇതെല്ലാം ഈ സമുദ്രജലത്തിൽ ചെന്നെത്തി. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സമുദ്രത്തിൽ, ഈ ജലത്തിൽ ജീവിക്കുന്ന ജീവികൾ ഇതുള്ളിലേക്ക് എടുക്കുന്നു, പിന്നെ അവരതിൽ ജീവിക്കുന്നു. അങ്ങനെ അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ കൈവരുന്നു. അതോടൊപ്പം അവർക്ക് റീപ്രൊഡക്ഷൻ, അതായത് അവരുടെ വംശവർദ്ധനവ് നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെ ജലജീവികളുടെ പോപ്പുലേഷൻ, അവരുടെ എണ്ണം കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ ശുദ്ധജലത്തിൽ ജീവിക്കുന്നവർ, നമുക്കറിയാം ഇന്ന് ശുദ്ധജലമൊന്നുമില്ല. ശുദ്ധജല തടാകങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നേ ഉള്ളൂ, പക്ഷേ അതൊന്നും ശുദ്ധജലമല്ല. അവിടെയുള്ള ജീവികൾ, ശുദ്ധജല തടാകങ്ങളിൽ ജീവിക്കുന്ന ജീവികൾ ലോകത്താകമാനം ഏതാണ്ട് 83% പോയി കഴിഞ്ഞുവെന്ന് വളരെ വ്യക്തമായി കണക്കുകളുണ്ട്. അനേകം പഠനങ്ങൾ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, 2630 വർഷം മുമ്പ് പറഞ്ഞ, പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ഈ കടലിലെ മത്സ്യങ്ങൾ ഇല്ലാതായിത്തീരും, ഇതാ അത് വളരെ കൃത്യമായി അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നത് ഇന്ന് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുകയാണ്. വചനം മാറ്റമില്ലാത്തതാണ്. ആകാശവും ഭൂമിയും കടന്നുപോയാലും മാറ്റം വരാത്തതാണ്. പ്രിയപ്പെട്ടവരെ, വചനം കണ്ണുമടച്ച് വിശ്വസിക്കുന്നതിൽ ഒരു കാരണവശാലും നമ്മൾ പിന്നോട്ട് പോകണ്ട. കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റിയതാണ് വചനം. ബൈബിൾ പറയുന്നുണ്ട്, വചനം വിശ്വാസയോഗ്യമാണ്, വിശ്വസിക്കാം. അതുകൊണ്ട് നമുക്ക് വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.